കേരളത്തിൽ മാസപ്പടി കേസ് ഇപ്പോൾ മാസപ്പടിയും കിടന്ന് വലിയ രീതിയിലേക്ക് വളർന്നിരിക്കും. ഇ ഡി എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനം ഇപ്പോൾ അവരുടെ അന്വേഷണത്തിന്റെ രീതികൾ പല രീതിയിൽ മാറ്റിയിരിക്കുന്നു, പല രീതിയിലേക്ക് വളർന്നിരിക്കും. 2.25 കോടി രൂപയുടെ ഒരു ഇടപാടാണ് ഇ ഡി അന്വേഷിക്കുന്നത് എന്ന രൂപത്തിലുള്ള ചർച്ചയാണ് തുടക്കത്തിലുണ്ടായത്. ആദ്യഘട്ടത്തിൽ വലിയ തോതിൽ ന്യായീകരണം ചമച്ച് വീണ എന്താ നല്ല കുട്ടിയല്ലേ, വീണയ്ക്ക് നല്ല കഴിവില്ലേ, വീണയ്ക്ക് എന്താ പൈസ കൊടുത്താൽ കുഴപ്പം, അവർക്ക് സേവനങ്ങൾ നടത്താൻ എന്താ, ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു വ്യവസായം നടത്തുമ്പോൾ അതും അമ്മയുടെ പെൻഷൻ തുക വാങ്ങി വ്യവസായം നടത്തുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്ന രൂപത്തിലെ ന്യായീകരണം വ്യാപകമായി കേരളത്തിലുണ്ടായി. പിണറായി വിജയന്റെ മകളായതുകൊണ്ടാണ് വീണയെ ആക്രമിക്കുന്നത്, എന്നിട്ട് അവരൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെയുള്ള ന്യായീകരണം ഉണ്ടായി. ഏതായാലും ഇപ്പോൾ ആ ന്യായീകരണം ഇല്ല. വീണ ബിസിനസ്സാണ് നടന്നതെങ്കിൽ വീണ അതിനെ ഡിഫെൻഡ് ചെയ്തോളും, ഞങ്ങൾക്ക് അതിൽ പങ്കില്ല. അപ്പോൾ പിണറായി വിജയന്റെ മകളായതുകൊണ്ട് വീണ പറയുന്നു എന്ന് പറയുന്നത് ആകെ പിണറായി വിജയൻ മാത്രമാണ്, വേറെ ആരും അത് പറയുന്നില്ല. ബാക്കി പാർട്ടിക്കാരൊക്കെ പറയുന്നത് വീണയുടെ കാര്യം നോക്കണ്ടേ. കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരെ വലിയ ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ, ആരോപണം വന്നു, അദ്ദേഹം ജയിലിലായപ്പോൾ കോടിയേരിയോട് ലീവ് എടുക്കാൻ പറഞ്ഞ പിണറായി വിജയനാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അപ്പോൾ പിണറായി വിജയൻ മാറുമെന്നൊന്നും നമുക്കറിയില്ല. ഏതായാലും ഇ ഡിയുടെ കേസ് ഇപ്പോൾ പല രീതിയിലുള്ള ഡയമെൻഷനിലേക്ക് പോയി. അതിൽ ഒന്നാമത്തെ കാര്യം, ഇതിൽ വീണ വിജയൻ കൃത്യമായി ഉത്തരം കൊടുക്കാതിരിക്കുകയും വീണ വിജയന്റെ ഡയറിയിൽ നിന്ന് കയ്യെഴുത്ത് എത്രത്തോളം വിലയുള്ളതാണെന്നൊക്കെ നമുക്ക് പിന്നെ അന്വേഷിക്കാം, ഇതിലേക്കുള്ള ചില ബന്ധങ്ങൾ കിട്ടുകയും, കയ്യെഴുത്ത് കോടതിയിൽ ബാധകമല്ലെങ്കിലും ലീഡ്സായിട്ട് അത് കയ്യെഴുത്ത് ഉപയോഗിക്കാം, അത് ആരും ഉപയോഗിക്കുമല്ലോ. ചിലപ്പോൾ ടെലിഫോൺ സംഭാഷണം, അതുപോലെ ചില കമ്മ്യൂണിക്കേഷൻ, ചില വാട്സപ്പ് മെസ്സേജ്, ചില പണമയക്കൽ, ഇതൊക്കെ നമ്മൾ തെളിവ് ലീഡായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ആ ലീഡ് അനുസരിച്ച് ഈ പണം ഇതിനു മുമ്പ് തന്നെ റിയാസിന്റെ വീട് റെയ്ഡ് ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന മുൻമന്ത്രിയുടെ ഇപ്പോഴത്തെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. അദ്ദേഹം ഇവരുടെ ഭർത്താവാണെന്നുള്ളതുകൊണ്ട് വീട് റെയ്ഡ് ചെയ്തിട്ടുണ്ട്. പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്തപ്പോഴാണ് ഇ ഡിക്കെതിരെ വലിയ കലാപങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഏതായാലും അതൊക്കെ നിന്നും ഇപ്പോൾ 8 ഇടത്താണ് റെയ്ഡ് ചെയ്തിട്ടുള്ളത്. നിഖിൽ എന്ന് പറയുന്ന നിഖിൽ എന്നാണ് പേരെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ ഒരു കമ്പനി സൊളാസിസ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്, ടൂറിസവും ഒക്കെ ആയി ബന്ധപ്പെട്ടാണ്. അദ്ദേഹം DTPCയുടെ ചുമതലയുള്ള ആളാണ്, പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്, റിയാസിന്റെ വളരെ അടുത്തുള്ള ഒരാളാണ്. അദ്ദേഹം അടക്കം മറ്റൊരു പാർട്ടിക്കാരൻ DTPCയുമായി ബന്ധപ്പെട്ട് അദ്ദേഹമുണ്ട്. ബാക്കി 6 പേർ ബിസിനസ്സുകാരൻ. ഇവരുടെയൊക്കെ വീടുകളിൽ, ഓഫീസുകളിൽ റെയ്ഡ് നടന്നു. ഈ റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും റിയാസിനെ കൊടുക്കാനാണെന്നുള്ള രൂപത്തിലാണ് രണ്ടാമത് ചർച്ച ഉയർന്നു വന്നത്. ഇപ്പൊ ഈ വലിയ തോതിലുള്ള ചർച്ച വന്നപ്പോൾ ഇ ഡി ഒരു പത്രക്കുറിപ്പ് ഇറക്കി. സാധാരണഗതിക്ക് ഇ ഡി ഇങ്ങനെ പത്രക്കുറിപ്പ് ഇറക്കാറില്ല, അത് ശരിയാ. പിണറായി വിജയൻ ചോദിച്ചു എന്തിനാ ഇപ്പൊ പത്രക്കുറിപ്പ് ഇറക്കിയത്, ഇ ഡി എന്തിനാ പത്രക്കുറിപ്പ് ഇറക്കിയെന്ന് അവർക്കേ അറിയാവൂ. ഏതായാലും കേരളത്തിലെ മാധ്യമങ്ങളിൽ വലിയ തോതിൽ ചർച്ച വന്നു ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇ ഡി അവരുടെ പത്രക്കുറിപ്പ് എന്ന് പറയുമ്പോൾ വളരെ ഒഫീഷ്യൽ ഡോക്യുമെന്റാണ്. ആ ഡോക്യുമെന്റിൽ അവർ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശരിയോ തെറ്റോ എന്നൊക്കെയുള്ളത് അവരെന്ത് തെളിയുകയും, വീണ വിജയൻ ഈ പണം ആർക്കൊക്കെ കൊടുത്തു, കിട്ടിയത് തെറ്റെന്നുള്ളത് വേറെ കാര്യം, ആർക്കൊക്കെ കൊടുത്തു എന്ന് ചോദിച്ചപ്പോൾ അവർ മറുപടി പറഞ്ഞില്ല, ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അവർ പലർക്കും പണം കൊടുത്തിട്ടുണ്ട്. വേറൊരു ലേക്കർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കമ്പനി, ഒരു ഷെൽ കമ്പനിയാണെന്ന് പറയുന്നു, അവിടെ ആരും വരാറൊന്നുമില്ല, ഒരു ബോർഡ് മാത്രമേ ഉള്ളൂ. അത് പറയുന്നു അവര് വഴിക്ക് ഇടപാട് നടത്തിയിട്ടുണ്ടെന്ന് പറയും. അപ്പൊ 2 തരത്തിലുള്ള ആരോപണങ്ങൾ ഇപ്പൊ പുതിയതായി വന്നു. ഒന്ന്, 85 ലക്ഷം രൂപ ഇവർ ദുബായ് കറൻസിയായി, ദീർഘമായി ദുബായ്ക്ക് ഒരാൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഒരുപക്ഷെ ഈ 2.75 കോടിയിൽ നിന്നാവാം. 85 ലക്ഷം രൂപ അയച്ചിട്ടുണ്ട്. അങ്ങനെ അയച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തടിസ്ഥാനത്തിലാണ് അയച്ചത്, ആർക്കാണ് അയച്ചത്, അതിന് നിയമങ്ങൾ പാലിച്ചിട്ടുണ്ടോ, അതൊരു വലിയ ചോദ്യമാണ്, അതൊരു വേറൊരു വിഷയമാണ്. രണ്ടാമത്, ഇവർ ഇത്ര കുറഞ്ഞ വരുമാനം ഇതുവരെ കാണിച്ചിട്ടുണ്ട്, പക്ഷേ 20 കോടിയിലധികം ഇവർ പലർക്കായി കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പൊ പറഞ്ഞ ഒരു മറുപടി, ഈ നേരത്തെ പറഞ്ഞ നിഖിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കമ്പനിക്ക് കൊടുത്തിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ ഭാര്യ ആണെന്ന് തോന്നുന്നു അതിന്റെ ഡയറക്ടർ, അതിലേക്ക് കൊടുത്തിട്ടുള്ളത് റിയാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണമാണ്. തീർച്ചയായും ഒരു തെറ്റുമില്ല, ഭർത്താവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഭാര്യ പണം കൊടുക്കുന്നത് ഒരു നിയമത്തിനും തെറ്റല്ല. പക്ഷെ ആ തെരഞ്ഞെടുപ്പിൽ അത് കാണിച്ചിട്ടുണ്ടോ, അതൊക്കെ വേറെ വിഷയമാണ്. ലേക്കർ ഇന്ത്യന്റെ പേര് തന്റെ തെരഞ്ഞെടുപ്പ് അഫിഡവിറ്റിൽ കാണിച്ചിട്ടുണ്ട് എന്ന് റിയാസ് പറയുന്നുണ്ട്, അതുകൊണ്ട് അത് ഒളിച്ചു വെച്ചിട്ടില്ല. പക്ഷെ അവിടെ കാണിച്ച് 10 ലക്ഷമാണ്, ആ സമയത്ത് 15 ലക്ഷം ഉണ്ടെന്നുള്ളത് തെരഞ്ഞെടുപ്പ് കേസാണ്, നമുക്ക് പോകണ്ട. അപ്പൊ ഈ PMLA ആക്ടിന്റെ പ്രത്യേകത എന്താ? PMLA നിയമത്തിൽ
കൃത്യമായും മണി ലോണ്ടറിങ് ആണ്, കള്ളപ്പണമാണ്. ഇപ്പൊ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 50,000 രൂപ ഒരാൾ അയച്ചു തന്നാൽ അതെന്തിനാണ് അയച്ചത് എന്നും അയച്ചാൽ എവിടെ നിന്ന് അയച്ചു എന്നും പറയേണ്ട ബാധ്യതയുണ്ട്. അതറിയേണ്ടത്. കാരണം അത് എൻ്റെ KYC കൊടുത്തിട്ടുള്ള അതിനാണ്. ഉടനെ തന്നെ അത് ഇൻകം ടാക്സിലേക്ക് പോകും. ഇൻകം ടാക്സ് എൻ്റെ ഇൻകമായിട്ട് എടുക്കണോ, അയാളുടെ ഇൻകമായിട്ട് എടുക്കണോ, ടാക്സ് ആയിട്ട് എടുക്കണോ, ലോണായിട്ട് എടുക്കണോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇവർ പൈസ അയച്ചത്? ലോൺ കൊടുത്തതാണ്, അല്ലെങ്കിൽ ഇവർക്ക് എവിടെ നിന്ന് കിട്ടി ഈ പൈസ? ഇവിടെയാണ് 20 കോടി രൂപയുടെ മണി ലോണ്ടറിങ്ങുമായി ബന്ധപ്പെട്ട ഒരു കേസാണ് ഉള്ളതെന്നാണ് ED പറയുന്നത്. നമുക്കറിയില്ല. ഏതായാലും റിയാസിനെ പെടുത്താനാണ്, പിണറായിയെ പെടുത്താനാണ് ഇത് എന്ന വ്യാഖ്യാനത്തിലേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. CPM പറയുന്നത് ആയിരിക്കാം. ഞാൻ ED അങ്ങനെ ഒരു ഇതായിട്ട് കാണുന്ന ആളല്ല. EDയുടെ കൺവിക്ഷൻ റേറ്റ് കുറവാണ്, ഇതൊക്കെ ശരിയാണ്. പക്ഷെ അത് മാത്രം പറഞ്ഞ് നിൽക്കാൻ പറ്റില്ല. കാരണം ഒന്നാമത്തെ കാര്യം, AKG സെന്റർ രജിസ്ട്രേഡ് ഓഫീസാക്കി ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത ആളാണ് വീണ തൈക്കണ്ടി. ആ കമ്പനി എങ്ങനെയാണ് AKG സെന്ററിൽ കമ്പനി ആയത് എന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടതുണ്ട്. AKG സെന്റർ എങ്ങനെയാണ് പേര് വെച്ചത്? ഇപ്പൊ പിണറായി വിജയന്റെ വീട് വെച്ചാൽ പോലും കുഴപ്പമില്ല, അച്ഛന്റെ വീടാണ്. റിയാസിന്റെ വീട് വെക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓഫീസ് വെക്കാം. ഇപ്പൊ കോഴിക്കോട്ടെ ലേക്കർ ഇന്ത്യയുടെ പോലെ ഒരു സ്ഥാപിക്കാം. ഇതല്ല, AKG സെന്റർ ആണ് വീണ വിജയന്റെ രജിസ്ട്രേഡ് ഓഫീസ്, എക്സാലോജിക്കിന്റെ. അങ്ങനെ വരുമ്പോൾ ആ കമ്പനിക്ക് എന്തെങ്കിലും ബാധ്യത ഇവർക്കുണ്ടോ? അത് AKG സെന്ററിന്റെ വല്ല താഴെയുള്ള വല്ല ഷെഡും ആണോ കാണിച്ചിട്ടില്ല? എനിക്കറിയില്ല. അവർ വാടകയ്ക്ക് കൊടുത്തിട്ടുള്ള വല്ല ഷെഡും ആണ് കാണിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഞങ്ങൾ വാടകയ്ക്ക് കൊടുത്തു, അവിടെ ആരെങ്കിലും വന്നോ എന്ന് ഞങ്ങൾക്കറിയില്ല. അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ ഇത് വീണ വിജയനെ ഇപ്പൊ കൈയൊഴിഞ്ഞു. വീണ വിജയനെ പറ്റി ഇപ്പോൾ ആരും പറയുന്നില്ല. വീണ വിജയനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറയുന്നില്ല, പിണറായി മാത്രമേ പറയുന്നുള്ളൂ. റിയാസ് വേറെ ഗോവിന്ദന്റെ ഇന്നലത്തെ വലിയ ദീർഘമായ ഒരു പ്രഭാഷണം ഞാൻ കേട്ടു. എനിക്ക് വല്ലാതെ ചിരിയും വന്നുപോയി. അതിൽ വീണ വിജയൻ തെറ്റ് ചെയ്തു എന്ന് പറയുന്നില്ല, CMRL പണം കൊടുത്തത് ശരിയാണോ എന്ന് പറയുന്നില്ല. മുമ്പ് ന്യായീകരണങ്ങളൊക്കെ പോയല്ലോ. ഇപ്പോൾ എക്സലും MS ഓഫീസും കൊടുത്തിട്ടാണ് പണം കൊടുത്ത് ഇത്ര കോടി രൂപ. അത് മാത്രമല്ല, മാസപ്പണിയാണ്. കമ്പനിക്ക് 3 ലക്ഷം, കമ്പനിയുടെ ഉടമയ്ക്ക് 5 ലക്ഷം മാസം കൊടുക്കുക. കമ്പനിയുടെ ഉടമയ്ക്ക് പൈസ കൊടുക്കേണ്ട കാര്യം എന്താ? അത് ഏത് നിയമത്തിലുള്ള 50 ലക്ഷം രൂപ അവർക്ക് ലോൺ കൊടുക്കുന്നു. ലോൺ കൊടുത്ത കമ്പനി പൂട്ടിപ്പോകുന്നു. ഇതൊക്കെ AKG സെന്റർ ഓഫീസായി വെച്ച ഒരു കമ്പനി നടന്നതാണ്. പാർട്ടിക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇനി റിയാസിന്റെ വിഷയം വന്നാൽ, റിയാസ് വീണയുടെ ഭാര്യ ആയതുകൊണ്ട് വീണ ചെയ്യുന്ന എല്ലാ സാമ്പത്തിക കുറ്റങ്ങൾക്കും റിയാസ് കുറ്റക്കാരനാണെന്ന് ഞാൻ പറയില്ല. പക്ഷെ ഇവർ തമ്മിലുള്ള ഇടപാട് എന്താണ്? റിയാസിന്റെ സുഹൃത്തുക്കൾക്ക് എങ്ങനെയാണ് പണം കൊടുത്തത്? ആ പണം എവിടെ നിന്ന് വന്നു? അങ്ങനെ വരുമ്പോൾ ഇത് വീണ വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ആരെങ്കിലും കുറെ കാശ് കൊണ്ടു കൊടുക്കുന്നതല്ല. കേരളം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ അല്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഭാര്യയുടെ സാമ്പത്തിക ഇടപാടുകളാണ്. അവർക്ക് എവിടെ നിന്ന് പൈസ കിട്ടി? PD അന്വേഷിച്ച് വരുമ്പോൾ ആരാണ് ഇവർക്ക് പൈസ കൊടുത്തത് എന്ന ചോദ്യം വരും. എന്തിന് പൈസ കൊടുത്തു എന്നുള്ള ചോദ്യം വരും. എന്തിനിത് റിവേഴ്സ് ഹവാലയായിട്ട് അങ്ങോട്ട് അയച്ചു എന്നുള്ള ചോദ്യം വരും. അവിടെ നിന്ന് എന്ത് സാധനം വാങ്ങാനാണ് കൊടുത്തതെന്നുള്ള ചോദ്യം വരും. ഈ ചോദ്യത്തിന് മറുപടി പറയാതെ ED പീഡിപ്പിക്കുന്നേ എന്ന് പറഞ്ഞ് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കൃത്യമായി ED വരട്ടെ, കോടതിയിൽ ഇവർക്ക് ചോദ്യം ചെയ്യാലോ. എന്തിനാ ഇതിനെ ഇതായിട്ട് പറയുന്നത്? രാഷ്ട്രീയമായി പറഞ്ഞോളൂ, നിങ്ങൾ മീറ്റിംഗ് നടത്തിക്കോളൂ. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ വിചാരിച്ചതിന്റെ പകുതി പോലും ആളുണ്ടായില്ല മീറ്റിംഗിൽ. ഉണ്ടാവില്ല. വീണ വിജയനെയോ അല്ലെങ്കിൽ പിണറായി വിജയനെയോ പിന്തുണയ്ക്കാൻ പറ്റില്ല. അതിൽ ഏറ്റവും നന്നായി കണ്ട ഒരു കാര്യം CPIയുടെ കടുത്ത നിലപാടാണ്. CPI വല്ലാതെ പിണങ്ങിയാണ് നിൽക്കുന്നത്. എന്താ പിണങ്ങാൻ കാരണം? ഒന്നാമത്തെ കാര്യം, അവരുടെ ഉപനേതാവ്, പ്രതിപക്ഷ ഉപനേതാവിന്റെ കാര്യത്തിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പിണറായി വിജയൻ പറഞ്ഞു അത് CPM കാരൻ തന്നെയായിരിക്കും. ചർച്ച നടക്കുക എന്നാണ് ബിനോയ് വിജയൻ നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞത്. ഒരു ചർച്ചയും കൃഷിയൊന്നുമില്ല, ഞങ്ങളെ ആളായിരുന്നു, CPIക്ക് പ്രശ്നമുണ്ട്. രണ്ടാമത്, അതുകൊണ്ട് തന്നെ CPI പറഞ്ഞൊരു കാര്യമുണ്ട്, ബിസിനസ്സാണ്, രാഷ്ട്രീയമാണ്. ആ ബിസിനസ് ആരുടെ ബിസിനസ്സാണ്? വീണയുടെ ബിസിനസ്സാണോ? റിയാസിന്റെ ബിസിനസ്സാണോ? അതോ ഇനി പിണറായി വിജയൻ ബിസിനസ്സിലുണ്ടോ? അദ്ദേഹത്തിന് ഇതുമായിട്ട് എന്താ ബന്ധം? ഇപ്പോൾ ബിസിനസ് ഈസ് ബിസിനസ്, പൊളിറ്റിക്സ് ഈസ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ ബിനോയ് വിശ്വം പോലും ഇപ്പോൾ ഇത് എടുക്കുന്നില്ല. ഇടതു മുന്നണിയിൽ വലിയ തോതിലുള്ള സംഘർഷം ഉണ്ടാകുന്നുണ്ട്. പിന്നെ CPI കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവരൊക്കെ പൊട്ടുപൊടിയേ ഉള്ളൂ, അവർക്ക് അതിൽ വലിയ വിഷയമല്ല. അപ്പോൾ ഇത് രാഷ്ട്രീയമായി എത്രത്തോളം അപകടകരമാണ് CPMന് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് തിരിച്ചറിഞ്ഞ ആളുകൾ അടുത്ത വിപുലമായ സംസ്ഥാന കമ്മിറ്റി വിളിക്കുമ്പോൾ തീർച്ചയായും ഈ വിഷയം എന്തിനാണ് ഇത്രയും കാലം വീണ വിജയനെ ഡിഫെൻഡ് ചെയ്തത് എന്ന ചോദ്യം വരും. പിണറായി വിജയന്റെ മകളായതുകൊണ്ട് മാത്രമാണോ? പാർട്ടി സെക്രട്ടറിയുടെ മകനായിരുന്ന ബിനീഷ് കോടിയേരിക്ക് കിട്ടാത്ത പ്രൊട്ടക്ഷൻ എന്തിനാണ് പാർട്ടി സെക്രട്ടറിയുടെ മകൾക്ക് കിട്ടിയത്? അന്ന് പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ രാജിവെക്കണം, മാറ്റി നിർത്തിയ ഘട്ടത്തിൽ ഇവിടെ പ്രതിപക്ഷ നേതാവ് മാറി നിൽക്കണം എന്ന് പറയുമോ? CPMന് നേരിടേണ്ടി വരുന്ന വലിയ പ്രതിസന്ധികളുണ്ട്.
തീർച്ചയായും ഇതൊരു ED കേസ് മാത്രമായി നമുക്ക് കാണാൻ പറ്റില്ല.